വർഷങ്ങളായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ കൈയടക്കിവെച്ച ആഭ്യന്തരം ഏറ്റെടുത്തു ബി.ജെ.പി. ബീഹാറിലെ പുതിയ മന്ത്രിസഭ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ വകുപ്പു വിഭജനം പൂർത്തിയാക്കിയപ്പോഴാണ് പ്രധാന വകുപ്പുകളിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ ബി.ജെ.പി. പിടിമുറുക്കിയത്. ബി.ജെ.പി. നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാജ് ചൗധരിക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. മറ്റൊരു പ്രധാന വകുപ്പായ ലാൻഡ് ആൻഡ് റവന്യൂ, ഖനി, ഭൂഗർഭശാസ്ത്ര വകുപ്പ് എന്നിവ ബി.ജെ.പി. നേതാവും ഉപമുഖ്യമന്ത്രിയുമായ വിജയ് കുമാർ സിൻഹയ്ക്ക് നൽകി. നിയമ ആരോഗ്യമന്ത്രിയായ മംഗൾ പാണ്ഡെയും വ്യവസായ വകുപ്പ് ദിലീപ് ജയ്സ്വാളും റോഡ്, നഗരവികസനം, ഹൗസിംഗ് വകുപ്പ് നിതിൻ നവീനും ചുമതല വഹിക്കും. 89 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ മന്ത്രിസ്ഥാനങ്ങളും സ്വന്തമാക്കി. 14 മന്ത്രിസ്ഥാനങ്ങൾ ബി.ജെ.പി. സ്വന്തമാക്കി. മുഖ്യമന്ത്രി പദത്തിന് പുറമെ 8 മന്ത്രിമാരാണ് ജെ.ഡി.യുവിനുള്ളത്. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് 2ഉം എച്ച്.എം, ആർ.എൽ.എം എന്നിവർക്ക് ഓരോ മന്ത്രി പദവിയും നൽകി. തെരഞ്ഞെടുപ്പിൽ 202 സീറ്റുമായി ബി.ജെ.പി. ജെ.ഡി.യു നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സഖ്യം വൻ വിജയം നേടിയതിനു പിന്നാലെ മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് വിട്ടുനൽകി പ്രധാനമന്ത്രി പദവികൾ പിടിച്ചെടുക്കാനായിരുന്നു ബി.ജെ.പി. തീരുമാനം. ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാൻ ജെ.ഡി.യു വിമുഖത കാണിച്ചതിനെ തുടർന്ന് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സ്തംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് പിന്നാലെ ആഭ്യന്തരം ഇതാദ്യമായാണ് ആഭ്യന്തര വകുപ്പ് ഘടകകക്ഷിക്ക് വിട്ടുകൊടുക്കാൻ ജെ.ഡി.യു സന്നദ്ധമാകുന്നത്. നേരത്തെ നിർണായകമായ നിയമസഭാ സ്പീക്കർ സ്ഥാനവും ബി.ജെ.പി. ഏറ്റെടുത്തിരുന്നു. 2005 ശേഷം ആദ്യമായാണ് ആഭ്യന്തരം നിതീഷ് കുമാറിന്റെ നിയന്ത്രണത്തിൽ നിന്നും പുറത്തുപോകുന്നത്. ആർ.ജെ.ഡി. നേതാവ് തേജസ്വി യാദവാണ് ബീഹാറിലെ പ്രതിപക്ഷ നേതാവ്. പട്നയിലെ ആർ.ജെ.ഡി. നിയമസഭാ കക്ഷിയോഗത്തിലാണ് തേജസ്വിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും തേജസ്വിയായിരുന്നു. എന്നാൽ മഹാസഖ്യത്തിലെ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടേണ്ടി വന്നു. 243 നിയമസഭാ സീറ്റുകളിൽ എൻ.ഡി.എ 202 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ 85 സീറ്റ് ബി.ജെ.പി. നേടിയപ്പോൾ 85 സീറ്റാണ് നിതീഷ് കുമാർ നയിക്കുന്ന ജെ.ഡി.യു നേടിയത്. ആർ.ജെ.ഡി. 25 സീറ്റ് സ്വന്തമാക്കിയപ്പോൾ വെറും 6 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്.